പ്രകൃതി, മനുഷ്യർ. പ്രകൃതിയും മനുഷ്യനും എന്ന് പറഞ്ഞത് വളരെയധികം ചേർന്ന് കിടക്കുന്ന രണ്ട് ഭാഗങ്ങൾ തന്നെയാണ്. കാരണം നമുക്ക് പ്രകൃതിയില്ലാതെ ഒരു ജീവിതമില്ല, അല്ലേ? പ്രകൃതിയിലൂടെ നമ്മൾ പല കാര്യങ്ങളും പഠിക്കുന്നുണ്ട്. നമ്മളുടെ ജീവിതം എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് പ്രകൃതിയിലെ ഓരോ ജീവനും. അപ്പം നമ്മളൊരു മരത്തെ കണക്കാക്കുക. ഒരു വലിയൊരു മരം, വൃക്ഷം. അതിൽ നിരവധി ശാഖകളിൽ ഉപശാഖകൾ, അല്ലേ? അതിൽ നിറയെ ഇലകൾ. പൂ ഉണ്ടാകുന്നതാണെങ്കിൽ പൂക്കൾ, കായ ഉണ്ടാകുന്നതാണെങ്കിൽ കായകൾ, അല്ലേ? അപ്പോൾ ചില പൂക്കൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്, അതുപോലെ ചില കായകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്, ചിലവ ഉപയോഗിക്കാതെയും പോകും. എന്തുമായിക്കൊള്ളട്ടെ, ഈ ഇത്തരത്തിൽ ഉള്ള വൃക്ഷങ്ങളെല്ലാം ആശ്രയിച്ച് കഴിയുന്ന ഒരുപാട് ജീവിവർഗങ്ങളുണ്ട്, അല്ലേ? ചെറിയ ഉറുമ്പ് മുതൽ പക്ഷികൾ വരെ അവയെല്ലാം ഈ മരത്തെ ആശ്രയിക്കുന്നു. അതിനപ്പുറത്തേക്ക് പറയുകയാണെങ്കിൽ ആ മരത്തിൻ്റെ തണലിൽ താമസിക്കുന്ന മനുഷ്യർ വരെ കാണാം. നമ്മളിപ്പോൾ വീടുകളിൽ താമസിക്കുന്നു, മരത്തിൻ്റെ തണലിൽ കഴിയുന്ന മനുഷ്യരുണ്ട്. ഒരു വെയിൽ വന്നാൽ നമ്മൾ വൃക്ഷത്തിൻ്റെ തണലിലേക്കാണ് ആദ്യം എത്തിച്ചേരുന്നത്, അല്ലേ? അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതവുമായിട്ട് വളരെയധികം ഒരു ബന്ധം മരങ്ങൾക്കുണ്ട്. എല്ലാ ജീവജാലങ്ങൾക്കും ഒരു ബന്ധം നമ്മളുമായിട്ടുണ്ട്, നേരിട്ടോ അല്ലാതെ. അപ്പം ഞാൻ മരത്തെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ജീവിതവും ഒരു മരവുമായിട്ടൊന്ന് താരതമ്യം ചെയ്ത് നോക്കും. നമ്മൾ കുറേ മനുഷ്യർ, ഇല്ലേ? ഭൂമിയിലെ കുറേ മനുഷ്യർ. കുറേ പേര് പുതുതായി ജനിക്കുന്നു, കുറേ പേര് മരിക്കുന്നു, ഇല്ലേ? ചിലർക്ക് അസുഖങ്ങൾ പെട്ടെന്നുണ്ടാകും, ചിലർ അസുഖങ്ങൾ മൂലം മരിക്കുന്നു, അല്ലേ? അങ്ങനെ നമ്മൾ ഒരു വശത്ത് നമ്മൾ അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ഒരു മരത്തിൻ്റെ കാര്യം അങ്ങനെ തന്നെയല്ലേ? നമ്മുടെ ജീവിതത്തിൽ ഒരച്ഛൻ, അമ്മ, മക്കൾ. ആ മക്കൾ വലുതായി വിവാഹത്തിന് ശേഷം അവർക്കും മക്കളുണ്ടാകുന്നു. അങ്ങനെ ആ കുടുംബം വലുതായി വരുന്നു. ഇതേപോലെ തന്നെ ഒരു മരവും തൻ്റെ ചെറിയ പ്രായത്തിൽ നിന്ന് ഉയർന്ന് വലുതായി വരുന്നു. അതിന് ഓരോ ശിഖരങ്ങളുണ്ടാകുന്നു. ആ ഓരോ ശിഖരങ്ങൾക്കും ഉപശിഖരങ്ങളുണ്ടാകുന്നു, ഇല്ലേ? അങ്ങനെ നിറയെ ഇലകളുണ്ടാകുന്നു. അങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു വൃക്ഷം, അതേപോലൊരു വലിയ കുടുംബം, അല്ലേ? നമ്മളതിന് രണ്ടും ഒരുപോലെ കരുതും. പിന്നെന്താണ്? ഇലകൾ അവ പാകമാകുന്നു, അല്ലേ? കൊഴിയാൻ പ്രായമാകുമ്പോൾ അത് കൊഴിയുന്നു, അല്ലേ? ചിലവ് എന്ത് ചെയ്യുന്നു? ചെറുപ്രായത്തിൽ തന്നെ എന്തെങ്കിലുമൊക്കെ കീടങ്ങൾ അതിനെ ആക്രമിച്ചു, അതിനെ കേടുവരുത്തുന്നു. ചിലവ മറ്റെന്തെങ്കിലും രോഗബാധ മൂലം ചില ഇലകൾ നശിച്ചു പോകുന്നു, ഇല്ലേ? ചില ഇലകൾക്ക് മറ്റുള്ള ഇലകളെ പോലൊരു രൂപഭംഗി ഉണ്ടാവില്ല, അല്ലേ? ചില ഇലകൾക്ക് നിറവ്യത്യാസം ഉണ്ടാകുന്നു. അതുപോലെ തന്നെ പൂക്കൾ, മുട്ടുണ്ടാകുന്നു. എല്ലാ മുട്ടുകളും ഒരേ ആകൃതിയിലുള്ളവയായിരിക്കുമോ? അല്ല. എല്ലാ മുട്ടുകളും പാകമായി വിരിയാറുണ്ടാകുമോ? ഇല്ല. വിരിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പക്ഷേ കൊഴിവ് ഉണ്ടാകും, കൊഴിഞ്ഞു പോകും, ഇല്ലേ? അതുപോലെ തന്നെ ചിലവ എന്ത് ചെയ്യും? കായ്കളായി മാറും. ചില പൂവിൽ നിന്ന് കായ്കളുണ്ടാകും. ചിലവ കായ്കളുണ്ടാകുന്നതിന് മുമ്പ് കൊഴിഞ്ഞു പോകും. ചിലത് മനുഷ്യൻ നുള്ളിയെടുക്കുന്നു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അതിനെ ആക്രമിക്കുന്നു. ചിലത് അല്ലാതെ അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നു, അല്ലേ? ചിലത് പാകമായ കായ്കൾ ആരെങ്കിലും ഭക്ഷിക്കുന്നു, പക്ഷികളോ മൃഗങ്ങളോ മനുഷ്യരോ ഭക്ഷിക്കുന്നു, ഇല്ലേ? അങ്ങനെ അവരുടെ വിശപ്പ് മാറുന്നു. ഇതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ, അല്ലേ? കുടുംബമായി, കുട്ടികളായി,
അല്ലേ? അതിനിടയ്ക്ക് നമ്മൾക്ക് പലരെയും നഷ്ടപ്പെടും. പലർക്കും പല വർണ്ണങ്ങൾ എന്ന് പറയുന്നില്ല, വർണ്ണം. ഒരാൾ വെളുപ്പാണെങ്കിൽ ഒരാൾ കറുപ്പ്, അല്ലെങ്കിൽ ഒരാൾ ഇരുനിറം, അല്ലെങ്കിൽ ഒരാൾക്ക് ഭയങ്കര നിറമായിരിക്കും. അങ്ങനെ മനുഷ്യരുടെ രൂപത്തിലും അതുപോലെ ചിലരെ കാണാൻ ഭയങ്കര സുന്ദരമായിരിക്കും, ചിലർക്ക് സൗന്ദര്യത്തിൽ കുറവായിരിക്കും, പക്ഷേ അവർക്ക് സ്വഭാവ ഗുണം കൂടുതലായിരിക്കും. ചിലർക്ക് കാണാൻ നല്ല ഭംഗിയായിരിക്കും, പക്ഷേ സ്വഭാവത്തിൽ നല്ല ഗുണങ്ങളൊന്നും ഉണ്ടാവുകയുമില്ല. അങ്ങനെ തരംതിരിക്കുകയാണെങ്കിൽ പല രീതിയിലും നമുക്ക് ചിന്തിക്കാം, അല്ലേ? ഇലകളെ പോലെ തന്നെ കൊഴിഞ്ഞു വീഴുന്ന നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതം. എങ്കിലും നമ്മൾ പ്രതീക്ഷയോടുകൂടി ജീവിക്കുന്നു. അങ്ങനെയാണ് വേണ്ടത്. അപ്പം പ്രകൃതിയും മനുഷ്യനും പരസ്പരം കണ്ട് വളരേണ്ട അല്ലെങ്കിൽ കണ്ട് ജീവിക്കേണ്ട പല കാര്യങ്ങളും ഉണ്ട്, അല്ലേ? അപ്പം നമ്മൾ പ്രകൃതിയിൽ നിന്നും പലതും പഠിക്കാനുണ്ട്. അത് നമ്മൾ അങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ലളിതമായിട്ടുള്ള ചിന്തകളും വളരെ ശാന്തമായിട്ടുള്ള സ്വഭാവ രീതികളും ഉണ്ടാകുവാനായിട്ട് സഹായിക്കും. കാരണം എന്താണെന്നറിയാമോ? നമ്മളുടെ ജീവിതം ഇങ്ങനായി വരുന്നു എന്ന് ചിന്തിക്കുന്നതിന് മുമ്പ് നമ്മളെക്കാളും പെട്ടെന്ന് കൊഴിഞ്ഞു വീഴുന്നവയാണ് ഓരോ ഇലകളും, അല്ലേ? നമ്മളൊരു ചെടി നമ്മൾ കൊണ്ടുവന്ന് വളർത്തിയാൽ എങ്ങനെയാണോ അവയ്ക്ക് ഓരോ മാറ്റങ്ങളുണ്ടാകുന്നത്, നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് ആ മാറ്റങ്ങൾ മനസ്സിലാക്കാം. നമ്മുടെ ജീവിതത്തിൽ ആ മാറ്റങ്ങൾ പെട്ടെന്ന് ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് തന്നെ അവയിൽ നിന്ന് നമുക്ക് കൂടുതൽ പഠിച്ചെടുക്കാൻ കഴിയും. നമ്മുടെ ജീവിതവുമായിട്ട് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ പലതും നമുക്ക് പുതിയ അറിവുകൾ ഉണ്ടാകും. ജീവിതത്തിൽ പുതിയ മാറ്റങ്ങൾ ഉണ്ടാകാനായിട്ട് അത് നമ്മളെ സഹായിക്കുകയും ചെയ്യും. ഒരു പൂ പോലെ ഭംഗിയുള്ള ഒരു ജീവിതമായിരിക്കണം നമുക്കതിലൂടെ ലഭിക്കുന്നത്. ശരിയല്ലേ?